ദൈവത്തിന് സ്തുതി. 1 പത്രോസ് 3:13 നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്ക് കഴിയും? പരിശുദ്ധനായ ദൈവം സ്വർഗീയ സൗഭാഗ്യങ്ങൾ മാറ്റിവെച്ച് വചനമാംസമായി പരിശുദ്ധ അമ്മയിലൂടെ കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവം പാപികളായ മനുഷ്യരോടൊപ്പം പാപമില്ലാത്ത പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും നാഥനായി വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകപാപങ്ങൾ കുരിശാൽ വഹിച്ച് കാൽവരിയിൽ പിടഞ്ഞ കർത്താവായ ദൈവം മറ്റുള്ളവർക്ക് എപ്രകാരമാണ് നന്മ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്ന ദൈവം. ഈ കരുണയുള്ള ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാനുള്ള തീഷ്ണത ആത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരുങ്ങരുത്. അത് നമുക്ക് തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവനാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും വേദനകളിലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ തീഷ്ണതയോടെ അവരെ സഹായിക്കുവാൻ യേശുനാമത്തിൽ നാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും. സുഭാഷിതങ്ങൾ 3:27 നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് അർഹിക്കുന്നവർക്ക് നിഷേധിക്കരുത്. ദൈവം നമ്മുടെ അടുക്കലേക്ക് ഒരു വ്യക്തിയെ അയക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, എന്നിലൂടെ ഈ വ്യക്തിക്ക് സഹായം ആവശ്യമാണ്. ആ ദൈവഹിതം ഒരിക്കലും നിഷേധിക്കാതെ ആ കരുണയുള്ള ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. നമ്മളിലൂടെ ഒത്തിരി നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കും. വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കാതെ ഓരോ പ്രഭാതത്തിലും ഉണർന്ന് കർത്താവിനെ വിളിക്കുക. അവിടുന്ന് ഉത്തരമരുളും. ബാലനായ സാമുവൽ, ഇതാ ദൈവം വിളിച്ചു സാമുവലിനെ. ബാലനായ സാമുവൽ പറഞ്ഞു, കർത്താവെ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. എസെക്കിയേൽ 3:10 പിതാവായ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഓരോ പ്രഭാതത്തിലും ഉണരുക, അവിടുന്ന് പറയുന്ന വാക്കുകൾ ശ്രവിക്കുക, ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി യേശുനാഥൻ പരിശുദ്ധാത്മാവിലൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നന്മയുടെ കൃപ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഇമ്മാനുവൽ പ്രാർത്ഥനാ ഗ്രൂപ്പ്, റോം. പ്രൈസ് ദി ലോർഡ്.